ഈ കഴിഞ്ഞുപോയ ISL സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് അത്ര കണ്ട് മികച്ച പ്രകടനമൊന്നും കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ തന്നെ വരാൻ പോകുന്ന സൂപ്പർ കപ്പിലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തങ്ങളുടെ ആദ്യത്തെ കിരീടം നേടിയെടുക്കുവാൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ശ്രമം. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സോഴ്സുകളിൽ നിന്നും ഒരു വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യങ് താരമായിട്ടുള്ള, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി പ്രതീക്ഷ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന താരമായിട്ടുള്ള കോറു സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു നിശ്ചിത കാലത്തേക്ക് അവധിയെടുക്കുന്നു എന്നായിരുന്നു ആ ഒരു റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളും പേഴ്സണൽ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസൊക്കെ കാരണമാണ് താരം ഈ ഒരു നിശ്ചിത കാലത്തേക്ക് അവധി എടുക്കുന്നത് എന്നൊക്കെ ബ്ലാസ്റ്റേഴ്സ് അതിൽ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വരാൻ പോകുന്ന സൂപ്പർ കപ്പ് ഏപ്രിൽ 20 ആരംഭിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തോടു കൂടി ആരംഭിക്കുന്ന സൂപ്പർ കപ്പിൽ താരത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം എന്നാണ് മടങ്ങി വരുന്ന കാര്യമൊന്നും വ്യക്തമായി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു റിപ്പോർട്ടിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ താരം വരാൻ പോകുന്ന സൂപ്പർ കപ്പിൽ ഉണ്ടാവില്ല എന്നൊരു കാര്യം ഏകദേശം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ അതിന് പകരം കേരള ബ്ലാസ്റ്റേഴ്സിന് വിദേശ താരങ്ങളെ ഇറക്കാവുന്നതാണ്. കാരണം 6 വിദേശ താരങ്ങൾക്കും പ്ലേയിങ് 11-ൽ കളിക്കാവുന്നതാണ്. അതിനാൽ തന്നെ കോറു സിംഗ് ഇല്ലെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു പൊസിഷനിലേക്ക് മറ്റ് പ്ലേയേഴ്സിനെ പരിഗണിക്കാവുന്നതാണ്. എങ്കിൽ പോലും കോറു സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞുപോയ സീസണിൽ പല പ്രധാന താരങ്ങളിലും നിറം മങ്ങിപ്പോയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച യങ് താരമാണ് ഇദ്ദേഹം. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2029 വരെ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. സോ അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇദ്ദേഹം ഉടൻ തന്നെ മടങ്ങി വരും എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. സോ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഉടൻ തന്നെ എന്ത് പ്രോബ്ലം ആണെങ്കിൽ പോലും അത് പെട്ടെന്ന് തന്നെ പരിഹരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് മടങ്ങി വരുവാനായിട്ട് കോറു സിംഗിന് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.